20 രൂപ ഉണ്ടെങ്കിൽ 10 പൂരി. ഒരാൾ എന്ത് കിട്ടുമെന്ന് ആലോചിക്കരുത്. അയാൾക്കൊരു വിശപ്പടങ്ങിയില്ല എങ്കിലും സമാധാനം. 5 ഗ്ലാസുള്ളവും 20 രൂപ ഉണ്ടെങ്കിൽ 10 പൂരി കൊടുക്കും. 10 പൂരി കഴിക്കാം. ഒരു സിംഗിൾ ആംപ്ലേറ്റ് 10 രൂപ, 10 രൂപയ്ക്ക് 5 പൂരി. ഹായ്, നമസ്കാരം. 2 രൂപ ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടും, 10 രൂപ ഉണ്ടെങ്കിൽ വിശപ്പും മാറും. അങ്ങനെ ഒരു കടയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. സ്ഥലം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളിയാണ്. നമ്മൾ ഈ 2 രൂപയ്ക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താ? 2 രൂപ കൊടുക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 10 രൂപ കൊണ്ടുവച്ചിട്ട് ഒരാൾ എന്ത് കിട്ടുമെന്ന് ആലോചിക്കരുത്. അയാൾക്കൊരു വിശപ്പടങ്ങിയില്ല എങ്കിലും സമാധാനം. 5 ഗ്ലാസുള്ളവും 20 രൂപ ഉണ്ടെങ്കിൽ 10 പൂരി. 20 രൂപ ഉണ്ടെങ്കിൽ 10 പൂരി കൊടുക്കും. 10 പൂരി കഴിക്കാം. 10 പൂരി കൊടുക്കാം. അതുപോലെ കറി എന്താ ഉള്ളത്? കറി പച്ചക്കറിയാണ്. പച്ചക്കറി, വെജിറ്റബിൾ കറിയാണ്. പച്ചക്കറി ഫ്രീ ആണ്. പച്ചക്കറി ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ ഈ 10 പൂരി കഴിക്കാൻ പറ്റാത്ത ആൾക്ക് ഒരു സിംഗിൾ ആംപ്ലേറ്റ് 10 രൂപ, 10 രൂപയ്ക്ക് 5 പൂരി. 5 പൂരി. നമ്മൾ ഇത് കട തുറക്കുന്ന എത്ര മണിക്കാ? രാവിലെ 3 മണിക്ക് തുറക്കും. 3 മണിക്ക് തുറക്കും. 3 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും രാവിലെ. 3 മണിക്ക് തുറന്നാൽ 11 മണിക്ക് അടയ്ക്കും. അടച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുറക്കും. 2 മണിക്ക് തുറന്ന് 5 രൂപ കടി, 5 രൂപ ചായ. 5 രൂപ കടി, 5 രൂപ ചായ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകദേശം 4 മണി. എത്രയായി സമയം? മണി 5 കഴിഞ്ഞു. മണി 5 കഴിഞ്ഞു. ഈ 5 മണിക്ക് ഇപ്പൊ ചായയും കടിയുള്ളൂ. തൊട്ടപ്പുറത്തായിട്ട് എന്താ ഉള്ളത്? ഇപ്പം തൊട്ടപ്പുറത്തായിട്ട് ഫാസ്റ്റ് ഫുഡാണ്. ഫാസ്റ്റ് ഫുഡ്. പൊറോട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ചിക്കൻ മസാല ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് മസാല. അതായത് ഈ 2 രൂപയ്ക്ക് ഇപ്പോഴും ചാർജ് എടുക്കുന്നതിന്റെ കാര്യം പാവത്തുങ്ങളൊക്കെ വരുവാണെങ്കിൽ 2 രൂപയ്ക്ക് കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണോ? അത്രേ ഉള്ളൂ. അധിക ലാഭം നമ്മൾ എടുക്കുന്നില്ല. സാധനം കൊടുത്താൽ 2 രൂപ ലാഭം കിട്ടും. ഞാനൊരു ജോലിക്കാരൻ, എൻ്റെ ഒരു പണി, എനിക്കൊരു ജോലിക്കാരൻ. ഈ കട മുന്നോട്ട് കൊണ്ടുവന്ന ആരെ കൂടെ? ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക്. ഞങ്ങൾ 2 ഒറ്റയ്ക്ക്. ഞങ്ങൾ 2 ഈ കട തുടങ്ങിയത്. തുടങ്ങി 3 വർഷം കഴിഞ്ഞ ശേഷം കട എടുത്തത്. ആ കട എടുത്ത് ഫാസ്റ്റ് ഫുഡിൽ അവിടെ ഏൽപ്പിച്ചു. രാവിലെ 3 മണിയാകുമ്പോഴേ ഈ പൂരിയുടെ പരിപാടി തുടങ്ങത്തുള്ളൂ. പിന്നെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫാസ്റ്റ് കടിയും ചായ. അപ്പൊ രാവിലെ നമുക്ക് ചൂട് പൂരി അടിക്കാം. ഈ പൂരിക്ക് എന്ന് പറയുമ്പോൾ 2 രൂപ ഉള്ളു കേട്ടോ. 5 പൂരിക്ക് 10 രൂപ. ഇവിടെ ഇങ്ങനെ പൂരി പൊരിച്ചിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലത്തും ഇങ്ങനെ ഈ 2 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഇക്കടക ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഈ കടയിൽ വരുന്നത്. ഭീമാപ്പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഈ കടയിൽ വരുമ്പം ഇക്ക എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത്, ഈ ഒരു കാലത്തും ഇങ്ങനെയുള്ള ഭക്ഷണം ഈ ഒരു കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. രാവിലെ ചൂട് പൂരി. രണ്ട് രൂപ ഉള്ളു. 5 എണ്ണം 10 രൂപ. വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ആക്റ്റീവായി തുടങ്ങും. ഒരു 10 മണി 11 മണി വരെയൊക്കെ ഉണ്ടാവും. പൂരിയാണ് മെയിൻ. ഈ സാമ്പാറൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. 2 രൂപയ്ക്ക് പൂരി വാങ്ങിക്കുക, ഈ പ്ലേറ്റിനകത്ത് ഇടുക, കഴിക്കുക. 5 പൂരിക്ക് 10 രൂപ, 10 പൂരിക്ക് 20 രൂപ. അപ്പോൾ ഈ ഒരു കട നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നു പറയുമ്പം ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയാണ്. എത്തി ഭീമാപ്പള്ളിയുടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു ചായ കുടിക്കാൻ വന്നപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ അറിയുകയുണ്ടായി. വിശേഷങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ താമസിച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു കട നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ കട പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ 1 രൂപ കടയുടെ വിശേഷങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് 2 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന കടയുണ്ട്, ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടലിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.